കപ്പിനും ചുണ്ടിനുമിടയിൽ ഒരിക്കൽ നഷ്ടമായ അധ്യക്ഷ പദവിയാണ് നിർണായക തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുങ്ങുന്നതിനിടെ ആന്റോ ആന്റണിയെ തേടിയെത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ സണ്ണി ജോസഫ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറിയാൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാൾക്ക് പകരം ചുമതല കൈമാറിയേക്കുമെന്നായിരുന്നു സൂചന. AP അനിൽകുമാറും PC വിഷ്ണുനാഥും വണ്ടൂരിലും കുണ്ടറയിലുമായി വീണ്ടും ജനവിധി തേടുന്ന പശ്ചാത്തലത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ശേഷിക്കുന്ന ഷാഫി പറമ്പിൽ MPക്ക് താൽക്കാലിക ചുമതല കൈമാറാനായിരുന്നു ആദ്യഘട്ട ചർച്ചകൾ. എന്നാൽ ന്യൂനപക്ഷ പ്രീണനം തുടർച്ചയായി കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം പ്രചാരണായുധമാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നീക്കത്തിൽ ദേശീയ നേതൃത്വം പുനരാലോചന നടത്തുകയായിരുന്നു. MPമാർക്ക് ഇളവനുവദിച്ചാൽ ഷാഫിയെയും കടുത്ത പോരാട്ടം നടക്കുന്ന വടക്കൻ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ പരിഗണിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കം അനിശ്ചിതത്വത്തിലായതോടെ ക്രൈസ്തവ സഭകളുടെ പിന്തുണ കൂടി മുന്നിൽ കണ്ടാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ മുഖത്തെ പാർട്ടിയുടെ നിർണായക പദവിയിലേക്ക് നിയോഗിക്കാനുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നത്. ഇതോടെയാണ് പത്തനംതിട്ട MP കൂടിയായ ആന്റോ ആന്റണിക്ക് സാധ്യതയേറിയത്. സിറോ മലബാർ, മർത്തോമ, പ്രൊട്ടസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ആന്റോ ആന്റണിക്കുള്ള വ്യക്തിബന്ധം മധ്യ കേരളത്തിൽ UDFന് അനുകൂലമാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ KPCC അധ്യക്ഷന്റെ ചുമതല ആന്റോ ആന്റണിക്ക് കൈമാറുന്നതിലൂടെ സാധ്യമാകുമെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്രയ്ക്ക് പിന്നാലെ KPCC അധ്യക്ഷന്റെ ചുമതല മാറ്റവും ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.